ട്രംപിന്റെ വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ സൗദിയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളാക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ സൗദി റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങി എന്നും ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഇതെന്താണ് വിഷയമെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടുത്ത യുദ്ധമാണ്. ഈ യുദ്ധത്തിനിടയിൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് ദൃശ്യമാകുന്നത്. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം അടുത്തിടെ ഉണ്ടായി. ഈ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. സൗദി നേതൃത്വത്തെക്കുറിച്ചുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ പ്രസ്താവന അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന്റെ സൂചനകളിലേക്ക് നയിച്ച സമയത്താണ് ഈ സംഭാഷണം നടന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും എടുത്തു കാണേണ്ടത്. ട്രംപിന്റെ പരാമർശങ്ങൾക്ക് ശേഷം സൗദി അറേബ്യ ഇപ്പോൾ റഷ്യ, ചൈന തുടങ്ങിയ ആഗോള ശക്തികളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ഈ സുപ്രധാന സംഭാഷണത്തിനിടെ മിഡിൽ ഈസ്റ്റിലെ അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികളിൽ ഇരു നേതാക്കളും ആശങ്ക പ്രകടിപ്പിച്ചു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതും അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളും ചർച്ച ചെയ്ത പുടിൻ സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനുമൊപ്പം നിൽക്കുന്നതിന്റെ വ്യക്തമായിട്ടുള്ള സന്ദേശം നൽകി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. കൂടാതെ ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ OPEC പ്ലസ് ചട്ടക്കൂടിന്റെ കീഴിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും ഇരു രാജ്യങ്ങളും ഊന്നൽ നൽകിയിട്ടുണ്ട്. യുദ്ധം മൂലം എണ്ണ വിതരണത്തിലും കടൽ മാർഗങ്ങൾക്കും ഉണ്ടാകുന്ന അപകട സാധ്യതകൾ വർദ്ധിക്കുന്നതിനിടയിൽ എണ്ണവില നിയന്ത്രിക്കുന്നതിനും വിപണിയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ഈ തന്ത്രം വളരെ പ്രധാനമാണ് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ കണക്കാക്കുന്നത്. അമേരിക്കയെ ആശ്രയിക്കുന്നത് സൗദി കുറയ്ക്കുന്നതിനുള്ള ഒരു സന്തുലിത തന്ത്രമാണ് റഷ്യയ്ക്ക് മുന്നിൽ സൗദി കീഴടങ്ങിയത് എന്നും പറയപ്പെടുന്നു. സൗദി അറേബ്യയുടെ ഈ നീക്കം അവരുടെ വിദേശ നയത്തിൽ മാറ്റം വരുത്തുന്നതിന്റെ വ്യക്തമായ സൂചനയാണെന്ന് വിദഗ്ധർ പറയുന്നു. വളരെ കാലമായി അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായിരുന്ന സൗദി അറേബ്യ ഇപ്പോൾ ഒരു സന്തുലിത നയതന്ത്രം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. സൗദി അറേബ്യ ഒരു കക്ഷിയെയും പൂർണ്ണമായും ആശ്രയിക്കില്ലെന്നും സ്വന്തം താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കുമെന്നും കിരീടാവകാശി ഇപ്പോൾ സന്ദേശം നൽകുന്നു. സൈനിക പരിഹാരത്തിന് പകരം നയതന്ത്രപാതയിലും ഉടനടി വെടിനിർത്തലിലും ഊന്നൽ നൽകുന്നതിലൂടെ റഷ്യയും സൗദി അറേബ്യയും അമേരിക്കയുടെ ആക്രമണാത്മക തന്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.